ഇന്ന് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചറിൻ്റെ 5th പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം ഈ 5th പാർട്ടിൽ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ പൊളാരിറ്റി ഓഫ് എ ബോണ്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഒരു കോവാലൻ ബോണ്ട് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അയോണിക് ബോണ്ട് എന്നും കേട്ടിട്ടുണ്ടാവും. ഈ സത്യത്തിൽ പറഞ്ഞാൽ ഈ കോവാലൻ ബോണ്ടിന് ചെറുതായിട്ട് അയോണിക് ക്യാരക്ടർ ഉണ്ടായിരിക്കും, അയോണിക് ബോണ്ടിന് ചെറുതായിട്ട് കോവാലൻ ക്യാരക്ടർ ഉണ്ടായിരിക്കും. അതായത് ഇൻ റിയാലിറ്റി നോ ബോണ്ട് ഓർ കോമ്പൗണ്ട് ഈസ് ഐദർ കംപ്ലീറ്റ്ലി കോവാലൻറ്റ് ഓർ അയോണിക്. എന്തായാലും ചെറിയൊരു ശതമാനം 0.1% എങ്കിൽ 0.1% എങ്കിലും ഈ രണ്ട് ക്യാരക്ടേഴ്സും ഉണ്ടാവാൻ കോവാലൻ ബോണ്ടിന് അയോണിക് ക്യാരക്ടർ ഉണ്ടാവും, അയോണിക് ബോണ്ടിന് കോവാലൻ ക്യാരക്ടറും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അയോണിക് ബോണ്ട് ഹാവ് സം കോവാലൻ ക്യാരക്ടർ ആൻഡ് കോവാലൻ ബോണ്ട് ഹാവ് സം അയോണിക് ക്യാരക്ടർ. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ അയോണിക് ക്യാരക്ടർ ഓഫ് കോവാലൻ ബോണ്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. കോവാലൻ ബോണ്ട് രണ്ട് ടൈപ്പാണ്. കോവാലൻ ബോണ്ട് ഈസ് ഓഫ് 2 ടൈപ്പ്, നോൺ പോളാർ കോവാലൻ ബോണ്ട് ആൻഡ് പോളാർ കോവാലൻ ബോണ്ട്. ഇത് രണ്ടും എന്താണെന്ന് നോക്കാം. നോൺ പോളാർ കോവാലൻ ബോണ്ട് ഈസ് ഫോംഡ് ബിറ്റ്വീൻ 2 ഐഡൻറ്റിക്കൽ ആറ്റംസ്. ഒരേപോലത്തെ രണ്ട് ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് കോവാലൻ ബോണ്ട് ഫോം ചെയ്യുമ്പോഴാണ് നമ്മളതിനെ നോൺ പോളാർ കോവാലൻ ബോണ്ട്. ഫോർ എക്സാമ്പിൾ H2Cl2 എക്സെട്ര. H2 മോളിക്യൂളിൽ 2 ഹൈഡ്രജൻ ആറ്റംസ് ആണ് കമ്പൈൻ ചെയ്യുക. Cl2 മോളിക്യൂളിൽ 2 ക്ലോറിൻ ആറ്റംസ് ആണ് കമ്പൈൻ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഹൈഡ്രജൻ H2 മോളിക്യൂളിൻ്റെ കേസാണെങ്കിൽ ഹൈഡ്രജൻ ആറ്റംസ് തമ്മിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഒന്നും ഇല്ല. ക്ലോറിനിലാണെങ്കിലും 2 ക്ലോറിൻ ആറ്റംസ് തന്നെയാണ്, അതുകൊണ്ടും ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ രണ്ടിൻ്റെയും സെൻറ്ററിൽ, എക്സാക്റ്റ് സെൻറ്ററിലാണ് നിൽക്കുക. ആരും കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യില്ല, കാരണം ബോത്ത് ഓഫ് ദം ഹാവ് സെയിം ഇലക്ട്രോനെഗറ്റിവിറ്റി. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ബോണ്ടിനെയാണ് നമ്മൾ നോൺ പോളാർ കോവാലൻ ബോണ്ട് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഫോംഡ് ബിറ്റ്വീൻ 2 ഐഡൻറ്റിക്കൽ ആറ്റംസ്. ഇനി പോളാർ കോവാലൻ ബോണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യാൻ നോക്കാം. പോളാർ കോവാലൻ ബോണ്ട് ഈസ് ഫോംഡ് ബിറ്റ്വീൻ 2 ഡിസിമിലർ ആറ്റംസ്. 2 ഡിസിമിലർ ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് പോളാർ കോവാലൻ ബോണ്ട് കിട്ടുക. ഫോർ എക്സാമ്പിൾ H2O, HCl എക്സെട്ര. ഇവിടെ ഓക്സിജൻ, ആദ്യത്തെ കേസിൽ വാട്ടർ മോളിക്യൂളിൻ്റെ കേസിൽ ഓക്സിജൻ ഈസ് മോർ ഇലക്ട്രോ നെഗറ്റീവ് ദാൻ ഹൈഡ്രജൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇലക്ട്രോൺസിനെ ഓക്സിജൻ അതിൻ്റെ അടുത്തേക്ക് കൂടുതൽ അട്രാക്റ്റ് ചെയ്യും. ഈ ഒരു അട്രാക്ഷൻ കാരണമാണ് ബോണ്ടിന് പോളാർ നേച്ചർ കിട്ടുന്നത്. അതേപോലെ തന്നെ HCl മോളിക്യൂളിൻ്റെ കേസിൽ since chlorine is more electronegative than hydrogen, chlorine will attract the shared pair of electron towards itself. അപ്പോൾ ഇവിടെയും ബോണ്ടിനൊരു പോളാർ നേച്ചർ കിട്ടുകയാണ്. അപ്പോൾ കോവാലൻ ബോണ്ട് ഈസ് ഓഫ് 2 ടൈപ്പ് എന്ന് മനസ്സിലാക്കുക, നോൺ പോളാർ കോവാലൻ ബോണ്ട് ആൻഡ് പോളാർ കോവാലൻ ബോണ്ട്. നോൺ പോളാർ കോവാലൻ ബോണ്ട് എന്ന് പറയുമ്പോൾ വെൻ ഇലക്ട്രോൺസ് ആർ ഷെയർഡ് ഈക്വലി. എക്സാമ്പിൾ നമ്മൾ നേരത്തെ കണ്ടു, ഹൈഡ്രജൻ ആൻഡ് ക്ലോറിൻ, H2 മോളിക്യൂളും Cl2 മോളിക്യൂളും. ഇവിടെ ഇലക്ട്രോൺസ് ആർ ഷെയർഡ് ഈക്വലി, എക്സാക്റ്റ് സെൻറ്ററിലാണ് നിൽക്കുക. നെക്സ്റ്റ് പോളാർ കോവാലൻ ബോണ്ട്. പോളാർ കോവാലൻ ബോണ്ട് എന്ന് പറയുമ്പോൾ വെൻ ഇലക്ട്രോൺസ് ആർ ഷെയർഡ് ബട്ട് ഷെയർഡ് അൺഈക്വലി, അൺഈക്വൽ ഷെയറിംഗ് ആണ് നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ H2O മോളിക്യൂൾ. ഇവിടെ H2O മോളിക്യൂളിൽ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ, ബെൻഡ് സ്ട്രക്ചറാണ് വരുന്നത്. വാട്ടർ ഈസ് എ പോളാർ മോളിക്യൂൾ ബിക്കോസ് ഓക്സിജൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ ഹൈഡ്രജൻ ആൻഡ് ദെർഫോർ ഇലക്ട്രോൺസ് ആർ പുൾഡ് ക്ലോസർ ടു ഓക്സിജൻ. ആ പുള്ളിങ് എഫക്റ്റ് ആണ് ഇവിടെ കാണുന്നത്. ഈ ഇലക്ട്രോൺ പെയേഴ്സിന് ഓക്സിജൻ അതിൻ്റെ അടുത്തേക്ക് കൂടുതൽ അട്രാക്റ്റ് ചെയ്യാണ്. ഈ പുള്ളിങ് എഫക്റ്റാണ് ഈ ആരോ ഇട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ കൂടുതൽ അട്രാക്ഷൻ വരുമ്പോൾ ഇലക്ട്രോൺ പെയേഴ്സ് എക്സാക്റ്റ് സെൻറ്ററിലല്ല നിൽക്കുക, അത് ഓക്സിജനോട് കുറച്ചും കൂടിയും ചേർന്ന് നിൽക്കുകയാണ് ചെയ്യുക ഈ ഷെയർഡ് ഇലക്ട്രോൺ പെയേഴ്സ്. അത് കാരണം ഓക്സിജൻ്റെ സൈഡിൽ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് വരും, ഹൈഡ്രജൻ്റെ സൈഡിൽ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും ഡെവലപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് പോളാർ കോവാലൻ ബോണ്ട്. നമ്മൾ പോളാർ കോവാലൻ ബോണ്ടിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. വെൻ 2 ഡിസിമിലർ ആറ്റംസ് കമ്പൈൻ ടുഗെദർ ടു ഫോം എ covalent bond, the shared pair of electrons shift towards the atom having greater electronegativity. As a result, slight
positive and negative charge develop at the two ends of the bond. This type of bond is called polar covalent bond. As a result of polarization, the molecule possess dipole moment. അതായത് രണ്ട് ഡിസിമിലർ ആറ്റംസ് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഡിസിമിലർ ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പോൾ the shared pair of electron shift towards the atom having greater electronegativity. ഈ ഒരു എക്സാമ്പിളിൽ HCl മോളിക്യൂളിൽ ക്ലോറിൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ ഹൈഡ്രജൻ. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ പെയർ ഷിഫ്റ്റ് ടുവേർഡ്സ് ക്ലോറിൻ. ആ ഷിഫ്റ്റിംഗ് കാരണം ക്ലോറിന് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് കിട്ടും. അതേസമയം ഹൈഡ്രജന് പാർഷ്യൽ പോസിറ്റീവ് ചാർജും കിട്ടും. ക്ലോറിൻ്റെ കേസിൽ ഇലക്ട്രോൺ കംപ്ലീറ്റ് ആയിട്ട് ഇലക്ട്രോൺ കിട്ടില്ല, എന്നാൽ പാർഷ്യലി കിട്ടിയ ഒരു എഫക്റ്റാണ് വരുന്നത്. അതുകൊണ്ടാണ് പാർഷ്യൽ നെഗറ്റീവ് ചാർജ്. കംപ്ലീറ്റ് മൈനസ് ചാർജ് അല്ല, Cl മൈനസ് എന്നല്ല നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ പാർഷ്യൽ നെഗറ്റീവ് ചാർജും ഈ കേസിൽ ഹൈഡ്രജന് H+ ആയിട്ട് മാറിയില്ല, കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പാർഷ്യൽ പോസിറ്റീവ് ചാർജ് എന്നും പറയുന്നത്. ആസ് എ റിസൾട്ട് സ്ലൈറ്റ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് അറ്റ് ദ ടു എൻഡ്സ് ഓഫ് ദ ബോണ്ട്. ആ ബോണ്ടിൻ്റെ രണ്ട് അറ്റങ്ങളിലായിട്ട് ഈ ഒരു പാർഷ്യൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും. ദിസ് ടൈപ്പ് ഓഫ് ബോണ്ട് ഈസ് കോൾഡ് പോളാർ കോവാലന്റ് ബോണ്ട്. ഇങ്ങനെ പാർഷ്യൽ ചാർജസ് ഡെവലപ്പ് ചെയ്ത ബോണ്ടിനെയാണ് നമ്മൾ പോളാർ കോവാലന്റ് ബോണ്ട് എന്ന് വിളിക്കുന്നത്. ആസ് എ റിസൾട്ട് ഓഫ് പോളറൈസേഷൻ ദ മോളിക്യൂൾ പൊസസ് ഡൈപോൾ മൊമെൻറ്റ്. ഈ പോളറൈസേഷൻ കാരണം മോളിക്യൂളിന് ഡൈപോൾ മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യുകയാണ്. ഡൈപോൾ മൊമെൻറ്റ് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഹെഡഡ് ആരോ ആണ് ഇട്ട് കൊടുക്കുക. അതിൽ ഈ ഹെഡ് ഇൻഡിക്കേറ്റ്സ്, അല്ലെങ്കിൽ ഈ ഹെഡ് കൂടുതൽ ഇലക്ട്രോനെഗറ്റീവായിട്ടുള്ള എലമെൻറ്റിൻ്റെ സൈഡിലേക്കായിരിക്കും പോയിൻ്റ് ചെയ്ത് നിൽക്കുക. ടെയിൽ പാർട്ട് ലെസ് ഇലക്ട്രോനെഗറ്റീവായിട്ടുള്ള എലമെൻറ്റിൻ്റെ സൈഡിലേക്കായിരിക്കും. അപ്പോൾ ഈ ഒരു ബോണ്ടിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ലൈൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ബോണ്ടിന് ഡൈപോൾ മൊമെൻ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഡൈപോൾ മൊമെൻ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട്, ഫിസിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും വെക്റ്റർ ക്വാണ്ടിറ്റിയും സ്കേലാർ ക്വാണ്ടിറ്റിയും. ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. ഇനി നമുക്ക് ഡൈപോൾ മൊമെൻറ്റ് അതിൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് രണ്ടെണ്ണത്തിൻ്റെ പ്രൊഡക്റ്റാണ്. ഏത് രണ്ടെണ്ണത്തിൻ്റെ പ്രൊഡക്റ്റാണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ്. ആ രണ്ട് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഡെവലപ്പ് ചെയ്ത ആ സെൻറ്റേഴ്സിൻ്റെ, അതിൻ്റെ ന്യൂക്ലിയസിൻ്റെ സെൻറ്ററിൽ നിന്ന് വേണം നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ. ആ ഡിസ്റ്റൻസും ചാർജിൻ്റെയും കൂടിയും പ്രൊഡക്റ്റിനെയാണ് നമ്മൾ ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത്. ഡൈപോൾ മൊമെൻ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദിസ് മ്യൂ എന്നാണ് ഇതിനെ വിളിക്കുക. എം എഴുതിയ പോലെയാണ്, മ്യൂ എന്നാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പം മ്യൂ ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ആർ. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഡിബൈ യൂണിറ്റ്. ക്യാപിറ്റൽ ഡി ആണ് ഡിബൈ യൂണിറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഡിബൈ യൂണിറ്റ്. ആൻഡ് 1 ഡിബൈ ഈസ് ഈക്വൽ ടു 3.3356 ഇൻറ്റു 10⁻⁻30 കുളുംബ് മീറ്റർ. ഫിസിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, കുളുംബാണ്, സെൻറ്റിമീറ്റർ അല്ല ഇത്. C സ്റ്റാൻഡ്സ് ഫോർ കുളും ആൻഡ് M സ്റ്റാൻഡ്സ് ഫോർ മീറ്റർ. സോ 1 ഡിബൈ ഈസ് ഈക്വൽ ടു 3.3356 into 10⁻⁻30 coulomb meter, and it is a vector quantity. അത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, it has both magnitude and direction, so it is a vector quantity. Once again, dipole moment is defined as the product of the magnitude of charge and distance between the centers of positive and negative charges. ഇവിടെ നമുക്ക് വാട്ടർ മോളിക്യൂളുടെ ഡൈപോൾ മൊമെൻ്റ് നോക്കാം. വാട്ടർ മോളിക്യൂളുടെ കേസിൽ ഇവിടെ ഇങ്ങനെയൊരു സ്ട്രക്ചറാണ് വരുന്നത്, ഒരു ബെൻഡ് സ്ട്രക്ചറാണ് വരുന്നത്. ഇവിടെ ഹൈഡ്രജൻ ഓക്സിജൻ ബോണ്ടാണ്, ഇതും ഹൈഡ്രജൻ ഓക്സിജൻ ബോണ്ടാണ്.
ഇവിടെ നമുക്കറിയാം ഓക്സിജൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ്, അതുകൊണ്ട് ഇവിടെ ഡൈപോൾ മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യും. ഓക്സിജൻ വിൽ അട്രാക്ട് ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ടുവേർഡ്സ് ഇറ്റ് സെൽഫ്. ഈ കേസിലും ഓക്സിജൻ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോണിനെ അതിൻ്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യും. അത് കാരണം ഓക്സിജൻ്റെ അവിടെ പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും. ഹൈഡ്രജൻ്റെ സൈഡിൽ പാർഷ്യൽ പോസിറ്റീവ് ചാർജ്, 2 ഹൈഡ്രജനിൽ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ഒരു ബോണ്ട് ഡൈപോൾ മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യാണ്, പോളറൈസേഷൻ ക്രിയേറ്റ് ചെയ്യാണ് ഈ ബോണ്ടിൽ. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് കാരണം ഇതിൽ ഡൈപോൾ മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യും. ഡൈപോൾ മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ബോണ്ടിൻ്റെ മുകളിൽ റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. ഹെഡ് ഓഫ് ദിസ് ആരോ പോയിൻറ്റ്സ് ടുവേർഡ്സ് മോർ ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ്, അതാണ് ഇത് ഇങ്ങോട്ട് പോയിൻ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഈ ബോണ്ടിനും ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്, അത് ഓക്സിജൻ്റെ സൈഡിലേക്ക് പോയിൻ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഈ 2 ബോണ്ടിനും ഡൈപോൾ മൊമെൻ്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ ജസ്റ്റ് ഈ ഒരു സിമ്പൽ മാത്രം മതി. ഇനി ഈ 2 എണ്ണത്തിൻ്റെയും കൂടിയും റിസൾട്ടൻ്റ് എഫക്റ്റ്, കമ്പൈൻഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലേക്കാണ്, മുകളിലേക്കാണ് വരുന്നത്. സോ റിസൾട്ടൻ്റ് ഡൈപോൾ മൊമെൻ്റ് എന്നാണ് പറയുന്നത്. കാരണം ഇതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ബോണ്ടിൻ്റെയും കൂടിയും റിസൾട്ടൻ്റ് എഫക്റ്റ് ഈ ഡയറക്ഷനിലേക്ക്. അപ്പോൾ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റിസൾട്ടൻ്റ് ഡൈപോൾ മൊമെൻറ്റിനെയാണ്. ഇറ്റ് ഈസ് ടുവേർഡ്സ് ദിസ് ഡയറക്ഷൻ ആൻഡ് ദ വാല്യൂ ഓഫ് dipole moment for oxygen is 1.85 dBi. 1.85 dBi ആണ് ഇതിൻ്റെ വാല്യൂ. ഇത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാനേ ഉള്ളൂ. അപ്പോൾ വാട്ടർ മോളിക്യൂളിന് റിസൾട്ടൻ്റ് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് ഈ ബോണ്ടിൻ്റെയും കൂടിയും റിസൾട്ടൻ്റ് എഫക്റ്റ് ആണ് ഈ ഡയറക്ഷനിലേക്ക് വരുന്നത്. In case of polyatomic molecules, the dipole moment not only depends on the individual bond dipole but also on the spatial arrangement of various bonds in the molecule. Polyatomic molecules in the case dipole moment ഓരോ ഇൻഡിവിജ്വൽ ബോണ്ടിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യണത്, അതിൻ്റെ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റിൻ്റെയും ഈ ബോണ്ടിൻ്റെ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റിനെയും കൂടിയും അത് ഡിപ്പെൻഡ് ചെയ്യും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. BeF2 മോളിക്യൂൾ. BeF2ൽ നമുക്കറിയാം ഫ്ലൂറിൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ ബെറിലിയം. അപ്പോൾ ഡൈപോൾ മൊമെൻ്റ് എന്തായാലും ഈ 2 BeF ബോണ്ടിലും ഡെവലപ്പ് ചെയ്യും. ആൻഡ് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് ടുവേർഡ്സ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലൂറിൻ ആണ് നമ്മൾ കാണിക്കേണ്ടത്, കാരണം ഫ്ലൂറിൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ്. ഇനി ഇത് രണ്ടും ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡാണ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ആണ്. അപ്പോൾ സപ്പോസ് μ1 എന്ന് പറയുന്നത് ഫസ്റ്റ് ബോണ്ടിൻ്റെ ഡൈപോൾ മൊമെൻ്റ് ആണ്, ഈ ബോണ്ടിൻ്റെ ഡൈപോൾ മൊമെൻ്റ് ആണെന്ന് വിചാരിക്കുക. ആദ്യത്തെ ബെറിലിയം ഫ്ലൂറിൻ ബോണ്ടിൻ്റെ ഡൈപോൾ മൊമെൻ്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ -μ2 എന്ന് പറയുന്നത് രണ്ടാമത്തെ ബോണ്ടിൻ്റെ, അതായത് BeF എന്ന് പറയുന്ന ബോണ്ടിൻ്റെ ഡൈപോൾ മൊമെൻ്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ദേ ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ, അതായത് μ1 ഈസ് ഈക്വൽ ടു -μ2. അതുകൊണ്ടാണ് ഇത് ക്യാൻസൽ ചെയ്ത് പോകുമെന്ന് പറയുന്നത്. അപ്പോൾ ദേ ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ലീനിയർ മോളിക്യൂളിൻ്റെ കേസിൽ ഡൈപോൾ മൊമെൻറ്റ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ആണെങ്കിൽ അവിടെ ദേ ഗെറ്റ് ക്യാൻസൽഡ് ആൻഡ് ദ നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് μ ഈസ് ഈക്വൽ ടു 0. അടുത്ത കേസ് നോക്കാം. BeCl3 മോളിക്യൂളിൻ്റെ കേസ് നോക്കാം. BeCl3 മോളിക്യൂളിൽ നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ക്ലോറിൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ്. അപ്പോൾ ഡൈപോൾ മൊമെൻ്റ് ഈസ് ടുവേർഡ്സ് ദ ഡയറക്ഷൻ ഓഫ് ക്ലോറിൻ. ഈ ബോണ്ടിലും ടുവേർഡ്സ് ക്ലോറിൻ, ഇതിലും ടുവേർഡ്സ് ക്ലോറിൻ. ഇനി ഈ 2 ബോണ്ടിൻ്റെയും കൂടിയും റിസൾട്ടൻ്റ് ഡൈപോൾ ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ, എന്നാൽ ഇതിൻ്റെ ഡൈപോൾ മൊമെൻ്റ് ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ. ഈ ഒരു BeCl ബോണ്ടുകൾ, ഈ BeCl ബോണ്ടും ഈ BeCl ബോണ്ടിനെ നമുക്ക് μ1 ആൻഡ് μ2 എന്ന് വിളിക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് റിസൾട്ടൻ്റ് ഡൈപോൾ മൊമെൻ്റ് എന്ന് വിളിക്കാം. μ1 + μ2നെ നമുക്ക് റിസൾട്ടൻ്റ് ഡൈപോൾ മൊമെൻ്റ് എന്ന് വിളിക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ഓഫ് ദ തേർഡ് ബോറോൺ ക്ലോറിൻ ബോണ്ട്. അപ്പോൾ ദേ ഗെറ്റ് ക്യാൻസൽഡ്. അതുകൊണ്ടാണ് നമുക്കിവിടെ μ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഒന്നുകൂടി പറയാം, ഇവിടെ സിമെട്രിക്കൽ ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ്. സിമെട്രിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്താലും ഈക്വൽ ഹാഫ് ആയിട്ട് കിട്ടുന്ന മോളിക്യൂൾസിനെയാണ് സിമെട്രിക്കൽ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിമെട്രിക്കൽ മോളിക്യൂൾസിൻ്റെ പ്രത്യേകത ബോണ്ട് ആംഗിൾ ഒക്കെ സെയിം ആയിരിക്കും. ഏത് ബോണ്ട് ആംഗിൾ എടുത്ത് നോക്കിയാലും 120 ഡിഗ്രിയാണ് ഇവിടെ വരിക.
അങ്ങനത്തെ മോളിക്യൂൾസിൻ്റെ കേസിൽ ഏതെങ്കിലും ഒരു ബോണ്ടിൻ്റെ ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് ബാക്കി എല്ലാത്തിൻ്റെയും കൂടിയും റിസൾട്ടൻറ്റ് ഡൈപോൾ മൊമെൻറ്റിനോട് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ആയിരിക്കും. അതുകൊണ്ട് അവിടെ ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0. ഇനി നെക്സ്റ്റ് CH3 മോളിക്യൂളിൻ്റെ കേസ് നോക്കാം. CH4 മോളിക്യൂൾ, മീഥെയിൻ മോളിക്യൂൾ. ദിസ് ഈസ് ഓൾസോ സിമെട്രിക്കൽ ആയിട്ടുള്ള മോളിക്യൂളാണ് CH4 മോളിക്യൂൾ എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയാം കാർബൺ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ്. അപ്പോൾ ഇൻഡിവിജ്വൽ ബോണ്ട് ഡൈപോൾ ഈസ് ടുവേർഡ്സ് ദ ഡയറക്ഷൻ ഓഫ് കാർബൺ. എല്ലാതും ടുവേർഡ്സ് ദ ഡയറക്ഷൻ ഓഫ് കാർബൺ ആണ്. ഇനി ഈ 3 റിസൾട്ടൻ്റ് എഫക്റ്റ്, ഇതിനെ നമുക്ക് μ1, ഇതിനെ μ2, ഇതിനെ μ3 എന്ന് വിളിക്കാം. ആ 3 കൂടി റിസൾട്ടൻ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് μ4നോട് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ആയിരിക്കും. അതുകൊണ്ട് അഗെയിൻ ഹിയർ μ ഇസ് ഈക്വൽ ടു 0, കാരണം ദിസ് ഇസ് എ സിമെട്രിക്കൽ മോളിക്യൂൾസ്. അപ്പോൾ സിമെട്രിക്കൽ മോളിക്യൂൾസിൻ്റെ കേസിൽ നമ്മൾ ഇൻഡിവിജ്വൽ ബോണ്ട് ഡൈപോൾ മാത്രം കൺസിഡർ ചെയ്താൽ പോരാ, ആ ബോണ്ടുകളുടെ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റും കൂടിയും കൺസിഡർ ചെയ്യണം. അപ്പോൾ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് കൺസിഡർ ചെയ്യുന്ന കേസസിൽ സിമെട്രിക്കൽ മോളിക്യൂൾസ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു ബോണ്ടിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് ബാക്കിയുള്ള എല്ലാ ബോണ്ടുകളുടെയും ഡൈപോൾ മൊമെൻറ്റിൻ്റെ അതിൻ്റെ റിസൾട്ടൻ്റ് എഫക്റ്റിനോട് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ആയിരിക്കും. സോ ദേ ഗെറ്റ് ക്യാൻസൽഡ്. സോ ദ നെറ്റ് റിസൾട്ട് ഈസ് ഡൈപോൾ മൊമെൻറ്റ് μ ഇസ് ഈക്വൽ ടു 0. ഇനി നമ്മൾ ഡൈപോൾ മൊമെൻറ്റ് ഓഫ് NH3 ആൻഡ് NF3 ആണ് കമ്പയർ ചെയ്യുന്നത്. ബോത്ത് ഹാവ് പിരമിഡൽ സ്ട്രക്ചർ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നൈട്രജൻ്റെ മുകളിൽ ഒരു ലോൺ പെയർ ഉണ്ട്, ഇവിടെയും നൈട്രജൻ്റെ മുകളിൽ ലോൺ പെയർ ഉണ്ട്. ഇവിടെ 3 NF ബോണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ 3 NH ബോണ്ടാണ് ഉള്ളത്. ഇനി ഇവിടെ നൈട്രജൻ ഈസ് ലെസ് ഇലക്ട്രോനെഗറ്റീവ് ദാൻ ഫ്ലൂറിൻ. അപ്പോൾ എല്ലാതും ഫ്ലൂറിൻ്റെ ഡയറക്ഷനിലേക്കായിരിക്കും ഡൈപോൾ മൊമെൻ്റ് ഉണ്ടായിരിക്കുക. സോ റിസൾട്ടൻ്റ് ഡൈപോൾ ഈ 3 NF ബോണ്ടിൻ്റെയും റിസൾട്ടൻ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് താഴത്തേക്കാണ്. എന്നാൽ ഇവിടെ ലോൺ പെയറിൻ്റെ പ്രസൻസ് കാരണം ഇവിടെ ഒരു ഓർബിറ്റൽ ഡൈപോളും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഓർബിറ്റൽ ഡൈപോൾ എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ റിസൾട്ടൻ്റ് ഡൈപോൾ താഴത്തേക്കാണെങ്കിൽ ഓർബിറ്റൽ ഡൈപോൾ മുകളിലേക്കാണ് വരുന്നത്. ദേ ആർ ഓൾമോസ്റ്റ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് ക്യാൻസൽ ചെയ്ത് പോവുകയാണ്. ചെറിയൊരു വാല്യൂ മാത്രമാണ് NF3ൻ്റെ കേസിൽ വരുന്നത്. ഇനി NH3ൻ്റെ കേസിൽ നോക്കാം. ഇവിടെ നൈട്രജൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ ഹൈഡ്രജൻ. അപ്പോൾ ഇൻഡിവിജ്വൽ ബോണ്ട് ഡൈപോൾ എന്ന് പറയുന്നത് ടുവേർഡ്സ് ദ ഡയറക്ഷൻ ഓഫ് നൈട്രജൻ ആണ്. ആൻഡ് ദ റിസൾട്ടൻ്റ് എഫക്റ്റ് ഈസ് ടുവേർഡ്സ് അപ്വേർഡ് ഡയറക്ഷൻ. 3 NH ബോണ്ടിൻ്റെ റിസൾട്ടൻ്റ് എഫക്റ്റ് മുകളിലേക്കാണ് വരിക. എന്നാൽ ഓർബിറ്റൽ ഡൈപോൾ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദിസ് ലോൺ പെയറിൻ്റെ പ്രസൻസ് കാരണം ഉണ്ടാവുന്ന ഓർബിറ്റൽ ഡൈപോൾ ഈസ് ഓൾസോ ടുവേർഡ്സ് അപ്വേർഡ് ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാൻസൽ ചെയ്യാൻ കഴിയില്ല, അത് രണ്ടും കൂടി ആഡ് ചെയ്യുകയാണ് ചെയ്യുക. ഈ ഓർബിറ്റൽ ഡൈപോളിൻ്റെ വാല്യൂം റിസൾട്ടൻ്റ് ഡൈപോളിൻ്റെ വാല്യൂം കൂടി നമ്മൾ ആഡ് ചെയ്യണം. അങ്ങനെ NH3ക്ക് ഹൈ ഡൈപോൾ മൊമെൻ്റ് ആണ് വരിക. μ വാല്യൂ ഹൈ ആണ് വരിക, ഇതിന് ലോ വാല്യൂ ആണ് വരിക. നമുക്ക് ആ വാല്യൂസ് ഒന്ന് നോക്കാം. NF3ൻ്റെ കേസിൽ 0.80 × 10⁻³ കുളം മീറ്റർ ആണ് വരുന്നത്. കാരണം ഇവിടെ ഓൾമോസ്റ്റ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓൾമോസ്റ്റ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആണ്, ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. The resultant dipole moment of the 3 NF bond is almost equal in magnitude but opposite in direction. To orbital dipole. ഇനി NH3ൻ്റെ കേസിൽ നോക്കാം. നേരത്തെ പറഞ്ഞു ഓർബിറ്റൽ ഡൈപോൾ ഈസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് റിസൾട്ടൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഓഫ് 3 NH ബോണ്ട്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ 4.90 × 10⁻³ കുളം മീറ്റർ ആണ് കിട്ടുക. ദ റിസൾട്ടൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഓഫ് 3 NH ബോണ്ട് ഈസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് ഓർബിറ്റൽ ഡൈപോൾ. ഇത് കമ്പാരിസൺ ഇമ്പോർട്ടൻ്റ് ആണ്, പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കമ്പയർ ദ ഡൈപോൾ മൊമെൻ്റ് ഓഫ് NF3 ആൻഡ് NH3. അപ്പോൾ ഇൻ NF3 ദ റിസൾട്ടൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഓഫ് 3 NF bond is almost equal in magnitude but opposite in direction to the orbital dipole. അപ്പോൾ ഓൾമോസ്റ്റ് ക്യാൻസൽ ചെയ്ത് പോവും. അതുകൊണ്ടാണ് ഇത്രയും ചെറിയ വാല്യൂ കിട്ടുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോവില്ല.
NH3ൻ്റെ കേസിൽ ദേ ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ. അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ ഹൈ വാല്യൂ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ കോവാലൻ ക്യാരക്ടർ ഓഫ് അയോണിക് ബോണ്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് നേരെ തിരിച്ചുള്ള കാര്യമാണ്. അതായത് അയോണിക് ക്യാരക്ടർ ഓഫ് കോവാലൻ ബോണ്ടാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ കോവാലൻ ക്യാരക്ടർ ഓഫ് അയോണിക് ബോണ്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. വെൻ എ കാറ്റയോൺ അപ്രോച്ചസ് ആനയോൺ, ദി ഇലക്ട്രോൺ ക്ലൗഡ് ഓഫ് ദ ആനയോൺ ഈസ് അട്രാക്റ്റഡ് ടുവേർഡ്സ് കാറ്റയോൺ ആൻഡ് ഹെൻസ് ഗെറ്റ് ഡിസ്റ്റോർട്ടഡ്. സാധാരണ അയോണിക് ബോണ്ടിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള പോസിറ്റീവ് ചാർജും കംപ്ലീറ്റ് ആയിട്ടുള്ള നെഗറ്റീവ് ചാർജും ആയിരിക്കും കാറ്റയോണിനും ആനയോണിനും ഉണ്ടാവുക. അയോണിക് ബോണ്ട് ഫോം ചെയ്യുന്നത് ഒരു കാറ്റയോണും ആനയോണും കമ്പൈൻ ചെയ്തിട്ടാണ്. അപ്പോൾ കംപ്ലീറ്റ് പോസിറ്റീവ് ചാർജ്, കംപ്ലീറ്റ് നെഗറ്റീവ് ചാർജാണ്. പക്ഷേ ഇവിടെ ഒരു കാറ്റയോൺ ആനയോണിൻ്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ കാറ്റയോണ് ആനയോണിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡിനെ അട്രാക്റ്റ് ചെയ്യും. ആ അട്രാക്ഷൻ കാരണം ഇവിടെ ഡിസ്റ്റോർഷൻ നടക്കുകയാണ്. അതിൻ്റെ സിമ്മെട്രി ഡിസ്റ്റർബ്ഡ് ആവുകയാണ്. ദിസ് എഫക്റ്റ് ഈസ് കോൾഡ് പോളറൈസേഷൻ ഓഫ് ആനയോൺ. ഈ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ പോളറൈസേഷൻ ഓഫ് ആനയോൺ എന്ന് വിളിക്കുന്നത്. ദ പവർ ഓഫ് ദ കാറ്റയോൺ ടു പോളറൈസ് ദ ആനയോൺ ഈസ് കോൾഡ് പോളറൈസിങ് പവർ. ഈ ആനയോണിനെ പോളറൈസ് ചെയ്യാനുള്ള കാറ്റയോണിൻ്റെ എബിലിറ്റീനെയാണ് നമ്മൾ പോളറൈസിങ് പവർ എന്ന് വിളിക്കുന്നത്. ആൻഡ് ദ ടെൻഡൻസി ഓഫ് ദ ആനയോൺ ടു ഗെറ്റ് പോളറൈസ്ഡ് ഈസ് കോൾഡ് ഇറ്റ്സ് പോളറൈസബിലിറ്റി. ആനയോണിന് പോളറൈസ് ചെയ്യാനുള്ള എബിലിറ്റീനെയാണ് നമ്മൾ പോളറൈസബിലിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ കാറ്റയോണിൻ്റെ കേസിൽ പോളറൈസിങ് പവറാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ആനയോണിൻ്റെ കേസിൽ പോളറൈസബിലിറ്റിയാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഇത് രണ്ടും കൂടുമ്പോൾ അയോണിക് ബോണ്ടിലെ കോവാലൻ ക്യാരക്ടർ കൂടും. ഗ്രേറ്റർ ദ പോളറൈസിങ് പവർ ആൻഡ് പോളറൈസബിലിറ്റി, ഗ്രേറ്റർ ഈസ് ദ കോവാലൻ ക്യാരക്ടർ ഓഫ് അയോണിക് ബോണ്ട്. അപ്പോൾ നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. കാറ്റയോണിൻ്റെ കേസിൽ പോളറൈസിങ് പവർ കൂടുന്നുണ്ടോ നോക്കുക, ആനയോണിൻ്റെ കേസിൽ പോളറൈസബിലിറ്റി കൂടുന്നുണ്ടോ നോക്കുക. ഇത് രണ്ടും കൂടുമ്പോൾ അയോണിക് ബോണ്ടിൻ്റെ കോവാലൻ ക്യാരക്ടറും കൂടി വരും. അപ്പോൾ നമ്മളത് ഫജാൻസ് റൂൾ വെച്ചിട്ടാണ് പറയുക. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് ഫജാൻസ് റൂള്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇതാണ് കാറ്റയോണ്. കാറ്റയോൺ ആനയോണിൻ്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ സിമ്മെട്രിക്കലായി നിന്നിരുന്ന ഇലക്ട്രോൺ ക്ലൗഡ് ഒരു ഭാഗത്തേക്ക് അത് വലിക്കുകയാണ്. കാറ്റയോൺ അതിൻ്റെ അടുത്തേക്ക് അട്രാക്റ്റ് ചെയ്യാണ്. ആ അട്രാക്ഷൻ കാരണം അവിടെ ഡിസ്റ്റോർഷൻ നടക്കുകയാണ്. ഇതാണ് പ്യുവർലി അയോണിക് പെയറാണ്. ഇത് നെഗറ്റീവ് ചാർജുള്ള ആനയോണും ഇത് പോസിറ്റീവ് ചാർജുള്ള കാറ്റയോണും. ഇനി കാറ്റയോൺ അതിൻ്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യും ദ അയോണിക് ബോണ്ട് വിത്ത് പാർഷ്യൽ കോവാലൻ ക്യാരക്ടർ. ഇതിങ്ങോട്ട് അട്രാക്റ്റഡ് ആവുകയാണ്. ആൻഡ് ഇവിടെ ഒരു കോവാലൻ ബോണ്ട്, ചെറിയൊരു കോവാലൻ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുകയാണ്. പോളറൈസേഷൻ ഓഫ് ആൻ അയോണിക് ബോണ്ട് മീൻസ് ദ ഡിസ്റ്റോർഷൻ ഓഫ് ദ ഇലക്ട്രോൺ ക്ലൗഡ് of an anion towards the cation. Polarization of an ionic bond result in an ionic bond with covalent character. ഈ പോളറൈസേഷൻ കാരണമാണ് അയോണിക് ബോണ്ടിൽ കോവാലൻ ക്യാരക്ടർ വരുന്നത്. ദിസ് വാസ് എക്സ്പ്ലെയിൻഡ് ബൈ ഫജാൻസ് റൂൾ. ഫജാൻസ് റൂളിലാണ് നമ്മൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. ഫജാൻസ് റൂളിൽ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്മോളർ ദ കാറ്റയോൺ ഗ്രേറ്റർ ഈസ് ഇറ്റ്സ് പോളറൈസിങ് പവർ. കാറ്റയോണിൻ്റെ സൈസ് കുറയുന്നതിനനുസരിച്ച് അതിന് പോളറൈസിങ് പവർ കൂടും. അപ്പോൾ സ്വാഭാവികമായിട്ടും കോവാലൻ ക്യാരക്ടർ കൂടും. അയോണിക് ബോണ്ടിൻ്റെ കോവാലൻ ക്യാരക്ടർ കൂടും. അതുകൊണ്ടാണ് LiCl is more covalent than KCl എന്ന് പറയുന്നത്. കാരണം ലിഥിയം ആൻഡ് പൊട്ടാഷ്യം ഒരേ ഗ്രൂപ്പിലാണ് വരുന്നത്. ആൽക്കലി മെറ്റൽ ഗ്രൂപ്പിലാണ് വരുന്നത്. ഗ്രൂപ്പ് 1ലാണ്. ലിഥിയം കഴിഞ്ഞ് സോഡിയം കഴിഞ്ഞിട്ടാണ് പൊട്ടാഷ്യം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആസ് വി മൂവ് ഡൗൺ ദ ഗ്രൂപ്പ് ദ സൈസ് ഇൻക്രീസസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും Li+നേക്കാളും സൈസ് കൂടുതലായിരിക്കും K+ന്. അപ്പോൾ ഇവിടെ Li plus is smaller than K plus. So smaller the size of the cation, greater is its polarizing power. Li plusൻ്റെ polarizing power ആണ് K plusൻ്റെ polarizing powerനേക്കാളും കൂടുതൽ. അതുകൊണ്ട് LiCl is more covalent than KCl. രണ്ടും ബേസിക്കലി അയോണിക് കോമ്പൗണ്ട്സ് ആണ്. പക്ഷേ അതിൽ കോവാലൻ ക്യാരക്ടർ കൂടുതൽ കാണിക്കുക LiCl ആണ് than KCl.
സെക്കൻഡ് വൺ, ലാർജർ ദ ആനയോൺ ഗ്രേറ്റർ ഈസ് ഇറ്റ്സ് പോളറൈസബിലിറ്റി. ആനയോണിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് അതിന് പോളറൈസബിലിറ്റി നടക്കാനുള്ള സാധ്യത കൂടും. അപ്പോൾ കോവാലൻ ക്യാരക്ടർ ഓഫ് അയോണിക് ബോണ്ട് ഇൻക്രീസ് ചെയ്യും. അതിനുള്ള എക്സാമ്പിൾ നോക്കാം. LiF, LiCl, LiBr, Li. ഇവിടെ നമ്മൾ പഠിച്ചത് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ. ഇതൊക്കെ ഹാലോജൻ ഫാമിലിയിലെ മെമ്പേഴ്സാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആസ് വി മൂവ് ഡൗൺ ദ ഗ്രൂപ്പ് ദ സൈസ് ഇൻക്രീസസ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സൈസ് അയോഡിനായിരിക്കും. അപ്പോൾ അതിൻ്റെ ആനയോണിനായിരിക്കും ഏറ്റവും കൂടുതൽ സൈസ്. അപ്പോൾ F- സൈസ് കൂടുതൽ Cl- അതിലാറെ സൈസ് കൂടുതൽ Br- അതിലും സൈസ് കൂടുതലായിരിക്കും I-. അപ്പോൾ സൈസ് കൂടുമ്പോൾ ഇവിടെ പോളറൈസബിലിറ്റി കൂടും. പോളറൈസബിലിറ്റി കൂടുമ്പോൾ കോവാലൻ ക്യാരക്ടർ കൂടും. അപ്പോൾ ലിഥിയം അയോഡൈഡ് ഈസ് മോർ കോവാലൻ ദാൻ ലിഥിയം ബ്രോമൈഡ് വിച്ച് ഇസ് മോർ കോവാലൻ ദാൻ ലിഥിയം ക്ലോറൈഡ് വിച്ച് ഇസ് മോർ കോവാലൻ ദാൻ ലിഥിയം ഫ്ലൂറൈഡ്. അതാണ് സെക്കൻഡ് പോയിന്റ്. നെക്സ്റ്റ് തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ലാർജർ ദ ചാർജ് ഓൺ കാറ്റയോൺ ആൻഡ് ആനയോൺ ഗ്രേറ്റർ ഈസ് ഇറ്റ്സ് പോളറൈസിങ് പവർ ആൻഡ് പോളറൈസബിലിറ്റി. കാറ്റയോണിലെയും ആനയോണിലെയും ചാർജ് കൂടുന്നതിനനുസരിച്ച് കാറ്റയോണിൻ്റെ കേസിൽ പോളറൈസിങ് പവർ കൂടും, ആനയോണിൻ്റെ കേസിലാണെങ്കിൽ പോളറൈസബിലിറ്റി കൂടും. ഇവിടെ നോക്കാം, നമ്മൾക്ക് കാറ്റയോണിൻ്റെ കേസാണ് ഇവിടെ എക്സാമ്പിളായിട്ട് തന്നുള്ളത്. NaCl, MgCl2, AlCl3. ഇവിടെ Na+ ചാർജാണ്, Mg2+ ചാർജാണ്, Al3+ ചാർജാണ്. അപ്പോൾ ചാർജ് കൂടിയ കാറ്റയോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Al3+ ആണ്. ചാർജ് കൂടുമ്പോൾ ഇവിടെ ഈ കേസിൽ Na+, Mg2+, Al3+, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസാണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഏറ്റവും സൈസ് കുറവ് Al3+നാണ്. ചാർജ് കൂടുന്നതിനനുസരിച്ച് അവിടെ സൈസ് കുറഞ്ഞു. അപ്പോൾ ചാർജ് കൂടുമ്പോൾ സൈസ് കുറയും, സൈസ് കുറയുമ്പോൾ പോളറൈസിങ് പവർ കൂടും, പോളറൈസിങ് പവർ കൂടുമ്പോൾ കോവാലൻ ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ടാണ് AlCl3 is more covalent than MgCl2 which is more covalent than NaCl എന്ന് പറയുന്നത്. ഇനി നമുക്ക് നാലാമത്തെ പോയിന്റ് നോക്കാം. If two cations have same size and charge, then the one with pseudo noble gas configuration. Pseudo noble gas configuration എന്ന് പറയുന്നത് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 18 ഇലക്ട്രോൺസ് ആയി നിൽക്കുന്ന കണ്ടീഷനെയാണ് നമ്മൾ സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ എന്ന് വിളിക്കുന്നത്. ഹാസ് ഗ്രേറ്റർ പോളറൈസിങ് പവർ ദാൻ ദ അതർ വിത്ത് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ എല്ലാവർക്കും അറിയാം. 8 ഇലക്ട്രോൺസ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ വന്നു കഴിഞ്ഞാൽ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. എന്നാൽ സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 18 ഇലക്ട്രോൺസ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ വന്നു കഴിഞ്ഞാൽ സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനായി. അങ്ങനത്തെ 2 കാറ്റയോൺസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഒന്നിന് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനും ഉണ്ട്, മറ്റതിന് സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനും ഉണ്ട് എന്ന് വിചാരിക്കുക. ആൻഡ് ദേ ഹാവ് സെയിം സൈസ് ആൻഡ് ചാർജ്. രണ്ടിൻ്റെ സൈസും സെയിം ആണ്, ചാർജും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ദ വൺ വിത്ത് ഗ്രേറ്റർ, ഇവിടെ പറയുന്നത് സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ഹാസ് ഗ്രേറ്റർ പോളറൈസിങ് പവർ ദാൻ ദ അതർ വൺ വിത്ത് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനുള്ള കാറ്റയോണിനെക്കാട്ടിലും കൂടുതൽ പോളറൈസിങ് പവർ ഉണ്ടാവുക സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനുള്ള കാറ്റയോണാണ്. ഈ നാലാമത്തെ കേസ് എന്ന് പറയുന്നത് വളരെ റെയറായിട്ട് സംഭവിക്കുന്ന ഒരു കേസ് മാത്രമാണ്. അവിടെ 3 കണ്ടീഷൻസ് ഒത്തുചേരണം. അതായത് സെയിം സൈസ് ആയിരിക്കണം, സെയിം ചാർജ് ആയിരിക്കണം, പിന്നെ ഒന്നിന് സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനും വേണം, മറ്റേതിന് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനും വേണം. അങ്ങനത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. CuCl ആൻഡ് NaCl. ഇവിടെ കാറ്റയോൺസ് ആയിട്ട് വരുന്നത് Cu+ഉം Na+ഉം ആണ്. അപ്പോൾ ചാർജ് സെയിം ആണ്, രണ്ടിനും പ്ലസ് ചാർജ്, +1 ചാർജാണ് വരുന്നത്. സൈസ് നോക്കാം. Cu+ൻ്റെ സൈസ് 96 പൈക്കോമീറ്റർ ആണെങ്കിൽ Na+ൻ്റെ ചാർജ് 95 പൈക്കോമീറ്റർ ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് സെയിം സൈസുമാണ് വന്നത്. ഇനി ഇതിൻ്റെ കോൺഫിഗറേഷൻ നോക്കാം. Na+ന് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ആണുള്ളത്. കാരണം ഇവിടെ ലാസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് സെക്കൻഡ് ഷെല്ലാണ്. സെക്കൻഡ് ഷെല്ലിൽ Pയിൽ 6 ഇലക്ട്രോണും Sൽ 2 ഇലക്ട്രോണും, സോ ടോട്ടൽ 8 ഇലക്ട്രോൺസ് ആയി. അപ്പോൾ അതിന് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ വന്നു. ഇനി Cu+ൻ്റെ കോൺഫിഗറേഷൻ നോക്കാം. Cu+ൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്
ഇവിടെ ലാസ്റ്റ് ഷെല്ല് തേർഡ് ഷെല്ലാണ്. ഇവിടെ 4s1 കോൺഫിഗറേഷൻ ഉണ്ടായിരുന്നു. ആ ഇലക്ട്രോൺ പോയപ്പോൾ അത് 4s0 ആയി. കാരണം Cu+ ആണല്ലോ, അപ്പോൾ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. അത് ഈ 4s-നാണ് ഇലക്ട്രോൺ പോയത്. അപ്പോൾ അത് 4s0 ആയി. അപ്പോൾ ലാസ്റ്റ് ഷെല്ല് ഫോർത്ത് ഷെല്ലല്ല, ഇനി തേർഡ് ഷെല്ലാണ് ലാസ്റ്റ് ഷെല്ല്. തേർഡ് ഷെല്ലിൽ S2, എസ്സിൽ 2, പിയിൽ 6 ആൻഡ് ഡിയിൽ 10. സോ 10 + 6 + 2, സോ ടോട്ടൽ 18 ഇലക്ട്രോൺസ് ആയി. അങ്ങനത്തെ ഒരു കോൺഫിഗറേഷനെയാണ് നമ്മൾ സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഉള്ള കോൺഫിഗറേഷൻ ഉള്ള കാറ്റയോണിനാണ് പോളറൈസിങ് പവർ കൂടുതൽ ഉണ്ടാവുക എന്നാണ് ഫജാൻസ് റൂളിൽ പറയുന്നത്. ദാറ്റ്സ് വൈ CuCl ഈസ് മോർ കോവാലൻ്റ് ദാൻ NaCl. CuCl NaCl-നേക്കാളിലും കൂടുതൽ കോവാലൻ്റ് ആവാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനും അതേപോലെ തന്നെ ഇതിൻ്റെ സൈസും അതിൻ്റെ ചാർജും സെയിം ആയത് കാരണമാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ കോവാലൻ്റ് ക്യാരക്ടർ ഓഫ് അയണിക് ബോണ്ട് ആൻഡ് നമ്മൾ അയണിക് ക്യാരക്ടർ ഓഫ് കോവാലൻ്റ് ബോണ്ടും ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ VSEPR തിയറിയാണ് തുടങ്ങാൻ പോകുന്നത്.